നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കേരളം ഏറ്റവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ഇന്ന് കേരളത്തിൽ 55,000 ക്ലാസ് മുറികൾ സമ്പൂർണ്ണമായി ഹൈടെക് ആയിട്ടുണ്ട്. കുട്ടികൾക്ക് കണ്ടും കേട്ടും പഠിക്കാനുള്ള സൗകര്യമാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരുക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആധുനിക സാങ്കേതിക സൗകര്യങ്ങളും ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ പഠിക്കാനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും വീരശൈവ മഹാസഭയുടെ കുടുംബത്തിലെ ഓരോ അംഗവും ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരാൻ കഴിയും. അതിന് കഴിയുന്ന എല്ലാ അന്തരീക്ഷവും ഇന്ന് കേരളത്തിലുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, ആരോഗ്യ മേഖലയിലും ഇതര മേഖലയിലെല്ലാം തന്നെ ആ മാറ്റങ്ങളുണ്ട്. ഓൾ ഇന്ത്യ വീരശൈവ സഭ സംസ്ഥാനതല പ്രതിഭാ പുരസ്കാരം 2024 വിതരണവും സംസ്ഥാന പ്രതിനിധി സമ്മേളനവും പാലക്കാട്. പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതിക്ക് കൂടുതൽ പദ്ധതികൾ അനിവാര്യമാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. വീരശൈവ സഭയുടെ പ്രതിഭാ പുരസ്കാരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചിറ്റയം ഗോപകുമാർ. ജാതി സെൻസസ് അനിവാര്യമാണെന്നും അല്ലെന്നുമുള്ള വാദങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിദരിദ്രമനുഭവിക്കുന്നവരെയും പിന്നോക്ക വിഭാഗങ്ങളെയും സംരക്ഷിക്കാൻ പദ്ധതികൾ അനിവാര്യമാണ്. നിയമങ്ങളിലെ തെറ്റുകളും തടസ്സവും മൂലം അർഹരായ പല വിഭാഗങ്ങൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. സർട്ടിഫിക്കറ്റുകൾക്കായി പഞ്ചായത്തുകളും വില്ലേജുകളും കയറിയിറങ്ങി മടുക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവണമെന്നും തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ആരായാലും കർശന നടപടി നേരിടേണ്ടി വരുമെന്നും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചിറ്റയം ഗോപകുമാർ അനുമോദിച്ചു. കലാ സാംസ്കാരിക രംഗത്തുള്ളവരെ കരകൗശല ബോർഡ് ചെയർമാൻ രാമഭദ്രൻ അനുമോദിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ആർ രവി അധ്യക്ഷത വഹിച്ചു. എ പ്രഭാകരൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, സുമതി സുരേഷ്, സിന്ധുരാജൻ, കെ രവി, സത്യൻ കണ്ണങ്കിരി, സി മുരുകൻ എന്നിവർ സംസാരിച്ചു. സഭയുടെ നിസ്വാർത്ഥ പ്രവർത്തനത്തിന് ഏർപ്പെടുത്തിയ 2024 ബസവേശ്വര പുരസ്കാരം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോകുൽദാസിന് ചിറ്റയം ഗോപി നൽകി. പഞ്ചായത്താചാര്യ പുരസ്കാരം സി മുരുകൻ, ആർ രവി, കെ രമേശ്, ബാബു ആർ, രവി കഞ്ചിക്കോട്, സുബ്രഹ്മണ്യൻ വല്ലങ്കി എന്നിവർക്ക് നൽകി. സിനിമാ കലാസംവിധായകൻ വിഷ്ണു നെല്ലായ, സിനിമ സീരിയൽ താരം അപർണ മോഹൻ, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇൻ്റർനാഷണൽ മാജിക് വിന്നർ കൈലാസ് നാഥ്, സിനിമ ബാലതാരം ശിവാനി ശിബിൻ എന്നിവരെ ആദരിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ജീവൻ പൊലിഞ്ഞവർക്ക് പുഷ്പാർച്ചന